പോസിറ്റീവ്, വെരി ബെറ്റർ, വെരി ബ്രില്യൻ സ്റ്റോറി. അത് ആ സ്റ്റോറി പറയാൻ തന്നെ ധൈര്യം വേണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടില്ല. ആ സാധനം വെച്ചിട്ട് ഇത് പറയാനുള്ള ധൈര്യം വേണ്ടേ? പുതിയ പുതിയ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പുതിയ ആ ധൈര്യത്തിന് ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. അത് ധനുഷ് എന്ന് പറയുന്ന നടൻ കമലഹാസൻ കഴിഞ്ഞ ഏറ്റവും മികച്ച നടൻ തന്നെയാണ് തമിഴില്. കമലഹാസൻ കഴിഞ്ഞ ഏറ്റവും ബ്രില്യൻ നടനാണ്, ഐഡിയ ഉള്ളവനാണ്. ഒരിക്കലും ഒരു സിനിമ ചെയ്തിട്ട് അതേപോലെ അടുത്ത പടം ചെയ്യൂല, ഡിഫറെന്റ് ക്യാരക്ടർ എടുക്കണേണ്. ആ രീതിയിലൊക്കെ എല്ലാം ബെറ്റർ ആയപ്പോൾ കഥ പറഞ്ഞ് പ്രേക്ഷകർക്ക് യഥാർത്ഥത്തിൽ എന്തെന്ന് മനസ്സിലാക്കാൻ എത്തിച്ചില്ല എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ ഒരു പരാജയം. അതുകൊണ്ടാണ് ഈ പടം വലിയ ക്ലബിലൊന്നും പോകാനുള്ള സാധ്യത ഞാൻ കാണില്ല. സാമ്പത്തിക വിജയം നേടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടത്തിലെ പെർഫോമൻസ് ബേസ് വരികയാണെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ആരും പെർഫോമൻസ് നെഗറ്റീവ് പറയാനില്ല. നമ്മളെ എല്ലാവരും ഒന്നിനൊന്നിനും മികച്ച് നിപ്പുണ്ട്. പിന്നെ നമ്മുടെ നായിക്ക് വളരെ കുറച്ച് റോളേ ഉള്ളൂ, ലക്ഷ്മി മന്ദാനയ്ക്ക്. ലക്ഷ്മി മന്ദാനയും വളരെ കുറച്ചാണെങ്കിൽ അതും ഭംഗിയായിട്ട് ആ കഥയ്ക്ക് അഡോപ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കഥ പറഞ്ഞ രീതിയും അത് നമുക്ക് പ്രേക്ഷകരോടൊരു ഗൂം ചെയ്യാൻ തരാൻ പറ്റാത്തൊരു രീതി ഒഴിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സന്തോഷമായിട്ടിരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നോർമലായി കണ്ടാൽ മതിയെങ്കിൽ കാണാം. കണ്ട് സുഖമായിട്ട് ഇറങ്ങിപ്പോരാം. പടത്തിൽ നിങ്ങൾ വലിയ പ്രതീക്ഷ വെച്ച് പോയാൽ നിങ്ങൾക്ക് ബോറടിക്കും. പടത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ടാതെ നിങ്ങളൊരു നോർമൽ സിനിമ കാണാൻ പോയി നല്ല കഥയുള്ള ഒരു പടം കാണാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരോടെയും പോവാം, ഫാമിലിയോടെയും പോവാം, എല്ലാവരുടെയും പോയി പടം കാണാം. മറ്റൊരു ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു പോയാൽ പരാജയം നിങ്ങൾക്ക് വരും. അതിപ്പോൾ ഏത് പടം അങ്ങനെയാണല്ലോ. പക്ഷെ അല്ലാത്ത രീതിയിൽ 3 മണിക്കൂർ ഒരു ബോറും ഇല്ലാത്ത ഒരു കാം ആൻഡ് ക്വൈറ്റ് നല്ലൊരു ത്രില്ലിങ് പടം. സ്മൂത്താ കൊണ്ടുപോയി, അതായത് ബോറില്ലാതെ തുടങ്ങി 3 മണിക്കൂർ ഒരിടവും ലാഗില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. 3 മണിക്കൂർ ഒരിടത്തും ലാഗില്ലാതെ പടം തുടങ്ങുകയും ചെയ്യും, തീരുകയും ചെയ്യും. നമുക്ക് സീൻ സീക്വൻസ് ഒന്നും ബോറടിക്കുകയില്ല. കാരണം ഇവരുടെയൊക്കെ ബെറ്റർ അഭിനയം എല്ലാവരും ബെറ്റർ അഭിനയം. നാഗാർജുന ആയാലും നമ്മുടെ രശ്മികയായാലും പിന്നെ നമ്മുടെ നായകനായാലും ധനുഷിന്റെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ആർട്ടിസ്റ്റ് ആയാലും വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഒരു പ്രധാന വില്ലനെ കാണിക്കണമെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ബൂസ്റ്റ് ചെയ്യാനുള്ള ഒന്നും ഡയറക്ടർ സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടില്ല. ഹെവി ബൂസ്റ്റിംഗ് ഇല്ല. അല്ലാത്ത നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതെ പോയി കണ്ട നല്ല സ്റ്റൈലായിട്ട് നോർമലായിട്ട് എൻജോയ് ചെയ്ത് 3 മണിക്ക് ഒരു തിയേറ്ററിലിരുന്ന് ഒരു സിനിമ കണ്ടു എന്നുള്ള രീതിയിൽ കണ്ടിറങ്ങി വരാൻ പറ്റിയ ഒരു സിനിമ. പക്ഷേ സിനിമ നിങ്ങളടുത്ത് പ്രേക്ഷകടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്തിരി നോളജോടെ പോയി കാണുക. അത് ഞാൻ ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പഴയ 90 കാലഘട്ടം മുതൽ ഇപ്പോൾ ഉള്ളതിൽ ഞാൻ സൂചിപ്പിച്ചു തന്നു. നിങ്ങൾ പോയി കാണുക. ഇപ്പോൾ ഈ ലോകം എന്താണ് നടക്കണമെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് എന്ത് നടക്കണമെന്ന് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ കരുതി ഓടിക്കൊണ്ടിരിക്കും, ഒന്നും മനസ്സിലാവില്ല. ഇതുപോലത്തെ ത്രെഡുള്ള ഒരു സാധനം നിങ്ങളുടെ ഫേസിൽ ഇട്ട് തന്നാലും കത്തൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ